ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും അവർ ഫാമിലി ബ്ലോഗ്സിൻ്റെ മറ്റൊരു നല്ലൊരു ദിവസത്തിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയായിരിക്കും അല്ലേ? ഇനിയിപ്പം നമുക്ക് ക്രിസ്മസിലോട്ട് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കാൻ നമ്മൾ ക്രിസ്മസിനെ കാത്തിരിക്കുകയാണ് എല്ലാവരും. വളരെ സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും. നമ്മൾ എന്താ പറയുക, എത്രയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലും സങ്കടങ്ങളൊക്കെ ഉണ്ടായാലും നമ്മൾ ഈ ഒരു ദിവസത്തിന് വളരെ വലിയ പ്രാധാന്യമാണ്. നമ്മൾ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം പറയാനാണെങ്കിൽ അവർ പള്ളിയിൽ പോവും, പാതിരാ കുർബാന. സത്യം പറഞ്ഞാൽ എൻ്റെ ഈ 32 വയസ്സിനിടയ്ക്ക് എൻ്റെ ആദ്യത്തെ ക്രിസ്മസാണ് ഞാൻ പള്ളിയിലൊന്നും പോകാതെ. നമുക്ക് വല്ലാത്ത സങ്കടമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം അങ്ങനെയൊക്കെ ആയിപ്പോയി. കാരണം ഇവിടെ ഇപ്പം അമ്മമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റത്തില്ല. അമ്മമ്മയ്ക്ക് ഇപ്പോൾ ഒട്ടും വയ്യ, അതുകൊണ്ട് അമ്മാവനെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ട് അങ്ങനെ നിൽക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ, എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും. ക്രിസ്മസ് സന്തോഷത്തിൻ്റെ പ്രതീകമാണ്. എന്താണ് സന്തോഷമെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയാം, മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങാനും അതേ സമാധാനത്തോടെ എഴുന്നേൽക്കാനും കഴിയുന്നതാണ് സന്തോഷം. മനസ്സമാധാനമാണ് ഏറ്റവും വലിയ സന്തോഷം. മനസ്സമാധാനമില്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞാലും നമുക്ക് ഒരു ജീവിതത്തിൽ ഒരു അർത്ഥം ഉണ്ടാവില്ല. ഒരു പ്രതീക്ഷയില്ലാതെയായിരിക്കും നമ്മൾ ഓരോ ദിവസത്തെയും നമ്മൾ അഭിമുഖീകരിക്കുന്നത്. സമാധാനവും സമ്പത്തുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സമ്പത്ത് നമ്മുടെ ആവശ്യങ്ങൾ നമ്മളെ സാധിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നു. സമാധാനം നല്ല രീതിയിൽ നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും ശാന്തമാക്കി നമുക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. നല്ല രീതിയിൽ ഉറങ്ങാൻ സാധിക്കണമെങ്കിൽ പോലും നമുക്കവിടെ മനസ്സമാധാനം ഉണ്ടാകും. മനസ്സിൻ്റെ സമാധാനവും ഒരു എന്താ പറയുക, ഒരു നല്ലൊരു സേഫായിട്ടുള്ളൊരു സിറ്റുവേഷനാണത്. അവിടെ നമുക്ക് എന്തൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് മനസ്സമാധാനം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു ക്രിസ്മസിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു ചെറിയൊരു കഥ ഞാൻ പറയാം. ഒരിക്കൽ 2 കുട്ടികൾ പാതിരാ കുർബാനയ്ക്ക് പോവുകയാണ്. ഒരുപാട് ദൂരം പോകണം. തണുപ്പായതുകൊണ്ട് തന്നെ അവർ തണുപ്പിലിടുന്ന വസ്ത്രം സ്വെറ്റർ ധരിച്ചിട്ടാണ് അവർ യാത്ര തുടങ്ങിയത്. അപ്പോഴൊരു കുറേ ദൂരം നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വൃദ്ധനായ ഒരു മനുഷ്യൻ അവിടെ റോഡരികെ ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ ആ കുഞ്ഞുങ്ങൾ അതിൽ ഒരു കുഞ്ഞു പറഞ്ഞു, നമുക്ക് മുമ്പോട്ട് പോകാം എന്ന് എഴുതി അവർ നടന്നപ്പോഴത്തേക്കും മറ്റേ ആൾ പറഞ്ഞു, ഒറ്റ സെക്കൻഡ് ഇപ്പോൾ വരാമേ. അങ്ങനെ അവർ പോകുമ്പോൾ മറ്റേ സഹോദരൻ മറ്റേ ചേട്ടനോട് പറഞ്ഞു, വേണ്ട, നമുക്ക് ഈ സ്വെറ്റർ ആ വയസ്സായ വൃദ്ധനായ ഈ അപ്പൂപ്പന് കൊടുത്തിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടിയുടെ സ്വെറ്റർ കൂടി ഇട്ട് കൊടുത്തു. പക്ഷേ ആ സ്വെറ്റർ കുഞ്ഞിൻ്റെ സ്വെറ്റർ ആയതുകൊണ്ട് തന്നെ അപ്പൂപ്പൻ്റെ ഫ്രണ്ട് ഭാഗം നല്ല രീതിയിൽ കവർ ചെയ്ത് കൊടുത്തു. ബാക്കിൽ തണുപ്പടിക്കില്ലേ, അതുകൊണ്ട് മറ്റേ കുട്ടിയുടെ സ്വെറ്റർ ഊരി 2 സൈഡും അപ്പൂപ്പനെ സേഫായിട്ട് അവിടെ ഇരുത്തിയിട്ട് അവർ യാത്ര തുടർന്നു. നല്ല തണുത്ത് വിറച്ച് കുഞ്ഞുങ്ങൾ പള്ളിയിലെത്തി. കുഞ്ഞുങ്ങൾ ദൈവബലി കൂടി. അവർ പുൽക്കൂട്ടിൽ ഉണ്ണീശോനെ കിടത്തി. ഉണ്ണീശോനെ കാണാൻ വേണ്ടി അവർ ചെന്നപ്പോഴത്തേക്കും അവരുടെ അനുഭവമാണ് ആ ഒരു ഇതിലെനിക്ക് വായിച്ചപ്പോൾ മനസ്സിലായത്. ആ ഉണ്ണീശോ ആ കുഞ്ഞുങ്ങളെ നോക്കി ചിരിച്ചു. എന്തുകൊണ്ടായിരിക്കും ആ കുഞ്ഞുങ്ങൾക്ക് ആ ഒരു എന്താ പറയുക ദൈവിക അനുഭവം ഉണ്ടായെന്ന് വെച്ചാൽ ആ കുഞ്ഞുങ്ങൾ കാണിച്ച ആ ഒരു പ്രവൃത്തിയുടെ ഫലം തന്നെയാണ്. ഇത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ 10th സ്റ്റാൻഡേർഡിൽ 10ലെങ്ങാണ്ട് പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ലൈബ്രറിയിൽ കഥരചനാ മത്സരം ഉണ്ടായിരുന്നു ക്രിസ്മസിനോടനുബന്ധിച്ച്. അങ്ങനെ ഞാൻ വായിച്ച് കേട്ട ഈ ഒരു കഥ ഞാൻ ആദ്യമായിട്ട് അതിലെഴുതി. എനിക്ക് അന്ന് ആ കഥ എഴുതിയതിന് എനിക്ക് അതിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടി. ഞാൻ അതുകൊണ്ട് തന്നെ ഇത്രയും വർഷങ്ങൾക്ക് ഇപ്പുറം നോക്കുമ്പോഴും എനിക്ക് വല്ലാത്ത ഒരു പോസിറ്റീവ് എനർജിയാണ് ആ കഥ. കാരണം നമ്മൾ ചില കാര്യങ്ങൾ മറ്റുള്ളവർക്കില്ല എന്ന് കാണുമ്പോൾ നമ്മളത് കൊടുത്തു എന്ന് കരുതി നമുക്കൊന്നും നഷ്ടപ്പെടത്തില്ല. അതിലൂടെ നമുക്ക് എന്തെങ്കിലും സഹനങ്ങളോ പ്രയാസങ്ങളോ വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ എന്തൊക്കെ വന്നാലും അതെല്ലാം തരണം ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ അനുഭവിച്ച സഹനങ്ങളൊന്നും വലിയ സഹനങ്ങളല്ല. ഇതൊക്കെ നാളെയുടെ നന്മയ്ക്ക് വേണ്ടിയുള്ളതായിരുന്നു എന്ന് നമ്മളെ കാലം പഠിപ്പിക്കും. അപ്പോൾ നമ്മൾ മനസ്സമാധാനത്തോടെ മുന്നോട്ട് പോവുക,
സന്തോഷത്തോടെ മുന്നോട്ട് പോവുക. നാളെ എന്ത് സംഭവിക്കും അല്ലെങ്കിൽ അടുത്ത നിമിഷം എന്ത് സംഭവിക്കും എന്നൊന്നും നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളതാണ് നമ്മുടെ മനുഷ്യജീവിതം. അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഒരുപാട് സഹായങ്ങളൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ സഹായങ്ങൾ, ചെറിയ എന്താ പറയുക, ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും നമുക്ക് അതിനുള്ള പ്രതിഫലം ഉണ്ടാകും. അപ്പോൾ ഈ 2024 ക്രിസ്മസ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും, ഇപ്പം നമ്മുടെ അവർ ഫാമിലി ബ്ലോഗ്സിലുള്ള കൂട്ടുകാർക്കും, ഇനി വരാനിരിക്കുന്ന കൂട്ടുകാർക്കും, നമ്മുടെ ഗ്രൂപ്പിൽ, നമ്മുടെ ഈ ഒരു ചാനലിൽ നിന്നും, നമ്മുടെ ഈ ഒരു ഇതിൽ നിന്നും പോയ എല്ലാ കൂട്ടുകാർക്കും, ഇനി വരാനിരിക്കുന്നവർക്കും ഇപ്പോഴുള്ള എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 ക്രിസ്മസ് ആശംസകൾ. അപ്പോൾ ഈ ക്രിസ്മസ് നിങ്ങൾക്ക് എന്നും ജീവിതത്തിൽ ഓർക്കാൻ പറ്റുന്ന, എന്നും ഓർമ്മകളിൽ സൂക്ഷിക്കാൻ പറ്റുന്ന നല്ലൊരു ക്രിസ്മസ് ആയിരിക്കട്ടെ. നല്ല നല്ല അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാവട്ടെ. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന ഒരു സഹായം നിങ്ങളുടെ അടുത്ത കൂട്ടുകാരനോ കൂട്ടുകാരിക്കോ ഒക്കെ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഹൃദയത്തിൽ തട്ടി ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേരുന്നു. താങ്ക് യു.